വേട്ടക്കാരൻ അല്ല, പോക്കിരി. പോക്കിരി. ഓക്കെ, അടുത്ത്. എല്ലാവർക്കും നമസ്കാരം. ഉണ്ണിക്കണ്ണൻ മംഗലം ഡാം ഉണ്ണിക്കണ്ണനിൽ ചെറിയൊരു ഉടായിപ്പൊക്കെ മണക്കുന്നില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത്. വേറൊന്നുമില്ല, അങ്ങനെ ആരെയും ദ്രോഹിച്ചിട്ടില്ല, അങ്ങനെ ഇഷ്ടത്തിന് നടന്നു പോകുന്നു, വിജയെ കാണുന്നു, അവസാനം ഇപ്പോൾ കണ്ടു എന്ന ന്യൂസാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത്. നല്ല കാര്യം, ഒരുപാട് ആഗ്രഹിച്ചു വിജയെ കാണണം, വിജയുടെ കൂടെ അഭിനയിക്കണം. ഈ ഒരു ചോദ്യം അവിടെ ഉണ്ണിക്കണ്ണൻ ഇടുമ്പോഴാണ്, അപ്പോൾ സിനിമയിൽ കയറാൻ വേണ്ടിയിട്ടുള്ളൊരു ചാൻസിന് വേണ്ടിയിട്ടല്ലേ വിജയെ പിടിച്ചു തൂങ്ങി പോയതെന്നുള്ളൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. എന്തായാലും അവസാനം കുറെ കഷ്ടപ്പെട്ട് ഇടയ്ക്ക് കാലൊക്കെ തന്നെ നല്ലപോലെ ഒരുമാതിരി പഴുത്ത പോലെയൊക്കെ കയറിയിട്ട് വലിയ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അവസാനം നനച്ച വണ്ടി കയറി ആളവിടെ എത്തി, വണ്ടി കയറി ആപ്പിളും കഴിച്ച് തിരിച്ചു പോകുന്നു. വിജയെ കണ്ടു എന്നാണ് പറയുന്നത്. പിന്നെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിരുന്നത് കൊണ്ട് തന്നെ ആ ഒരു കോസ്റ്റ്യൂമിലും ആ ഒരു ലുക്കിലും ഒക്കെ ആയിരിക്കും വിജയ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും പുറത്തു വിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ആ ഫോട്ടോയോ ഉണ്ണിക്കണ്ണനായിട്ട് എടുത്ത ഫോട്ടോ ഒന്നും പുറത്തു വിടാൻ അവര് താല്പര്യപ്പെടില്ല. അവർ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് പുറത്തു വിടുമ്പോൾ കാണാം. അത് വെയിറ്റ് ആൻഡ് വാച്ച് എന്ന് എനിക്ക് പറയാനുള്ളൂ. എന്നാലും ഉണ്ണിക്കണ്ണൻ ഈ പോയതിലൊക്കെ അത്ര ഫെയർ ആയിട്ട് തോന്നുന്നില്ല. ഉണ്ണിക്കണ്ണൻ ഒരു കട്ട വിജയ് ഫാൻ ആണോ? ഇതാണ് എന്റെ മെയിൻ ചോദ്യം. അങ്ങനെ ചോദിക്കാനുണ്ടായ കാരണം, ഞാനൊരു കട്ട വിജയ് ഫാനാണ്. ഇന്നൊന്നല്ലേ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതൽ ബുക്കിൽ കളക്ഷൻ ഉൾപ്പെടെ തുടങ്ങി അമ്മാതിരി ലെവലിൽ വിജയുടെ ഫാനായിരുന്നു ഞാൻ. ഇപ്പോഴും വിജയ് ഫാനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഉണ്ണിക്കണ്ണന്റെ ചില പെരുമാറ്റങ്ങൾ കണ്ടിട്ട് എനിക്കൊരു വിജയ് ഫാനായിട്ട് ഉണ്ണിക്കണ്ണന് തോന്നിയിട്ടില്ല. തോന്നാത്തതിന്റെ റീസൺ, ആള് ഈ വായ്ത്താളം അടിക്കുന്നുണ്ട്, ഞാൻ കട്ട വിജയ് ഫാനാണ്, അണ്ണ ഞാൻ ആരാ അണ്ണ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ എവിടെയോ എന്തോ ഒരു മിസ്റ്റേക്ക്. എന്തായാലും ഉണ്ണിക്കണ്ണന് എങ്ങനെയാണ് വിജയെ കാണാൻ സാധിച്ചതെന്ന് നമുക്കൊന്ന് നോക്കാം. ഹായ്, ഞാൻ ഉണ്ണിക്കണ്ണൻ മംഗലം, നമ്മുടെ കിരൺ ചേട്ടൻ, ഇത് നമ്മുടെ രാം ചേട്ടൻ. അപ്പോൾ ഞാൻ നടക്കണത് കണ്ട് വിഷമമായിട്ട് ഏട്ടൻ നമ്മൾ കോയമ്പത്തൂർ വെച്ചിട്ട് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ ഈ ചേട്ടനെ അയച്ചു കൊടുത്തു ഫോട്ടോ വീഡിയോ ഒക്കെ വിജയ് സാറിന്റെ ഓഫീസിലേക്ക്. അപ്പോൾ ഈ ചേട്ടനാണ് നമ്മൾ വിജയ് സാറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ടത്. ഇപ്പോൾ ഇന്നലെ വന്നാണ്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവർ നിന്ന് വെയിറ്റ് ചെയ്തേട്ട. ഒരുപാട് സന്തോഷം എന്നീ പറയണ്ട ഏട്ടാ. ഹാപ്പി അല്ലേ? ഞാൻ ഹാപ്പിയാണ് ഏട്ടാ, ഭയങ്കര സന്തോഷം ഏട്ടാ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ വിഗ്രഹ കപ്പ് മുഖ്യം ആയി വെറ്റിംഗ് ഉണ്ണിക്കണ്ണ മകളുടെ ഉമ്മ, നമ്മുടെ ചങ്ക് ഈ ലോകത്ത് എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ട് നിൽക്കും പോലെ ഇവരും കട്ടയ്ക്ക് സപ്പോർട്ട് നിന്നു. അപ്പോ വിജയണ്ണ നമ്മൾ കണ്ടു എന്ന് ഭയങ്കര ഹാപ്പിയാണ് ഉമ്മ. അപ്പൊ ഇവര് രണ്ടുപേരെ ഹെൽപ്പ് ചെയ്തിട്ടാണ് ഉണ്ണിക്കണ്ണൻ വിജയെ കാണാൻ കാണുന്നത്. ഓക്കെ, നല്ല കാര്യം, നല്ലൊരു ആഗ്രഹമല്ലേ, സാധിച്ചു, നല്ലതാണ്. പക്ഷെ എനിക്ക് കുറച്ച് കഴിയുമ്പോഴാണ് ചീഞ്ഞ് നാറുന്നത്. ന്യൂസിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ കൊടുക്കാം, അതിന് ആ സൗണ്ട് എടുത്ത് വെച്ചിട്ട് ഉണ്ണിക്കണ്ണൻ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നനച്ച വണ്ടിയെ കേട്ടോക്കാം. ഒടുവിൽ ഉണ്ണിക്കണ്ണന് നനച്ച വണ്ടി കിട്ടി. ആളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരിഹാസങ്ങൾ, ഒരുപാട് കളിയാക്കലുകൾ ഒക്കെ കേട്ടാണ് വിജയെ കാണുന്നത് വേണ്ടി. ഉണ്ണിക്കണ്ണൻ ടെലിഫോൺ ലൈനിലുണ്ട്, അയാളോടൊന്ന് ചോദിക്കാം. ഉണ്ണിക്കണ്ണൻ ഗുഡ് മോർണിംഗ്. നമ്മൾ എവിടെ വെച്ചൊന്ന് കണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. വടക്കഞ്ചേരിയില്. എനിക്ക് എന്തായാലും ജീവിതത്തിൽ ഒരിക്കലും ഈ സന്തോഷം മറക്കാൻ പറ്റില്ല. സാർ അന്ന് കണ്ടിട്ട് ഇപ്പോഴും എന്നെ ഓർക്കുന്നുണ്ട് പറഞ്ഞ ഇതിൽ പറയും. എനിക്ക് ഒന്നുമില്ല സാറ്, ഭയങ്കര ഹാപ്പിയായി സാറ്. കേറി ഏകദേശം ഒരു 650 കിലോമീറ്റർ മേലെ നടന്നിട്ടുണ്ട് സാറേ. കാശ് പരസ്യം ചെയ്ത് കുറച്ച് കാശ് കൊണ്ടുവന്ന് എനിക്ക് അധികം കാശ് ചെലവായില്ല സാറേ. കേരളവും തമിഴ്നാടും സപ്പോർട്ട്, കട്ടയ്ക്ക് സപ്പോർട്ട് ഉണ്ട്. ഒരു അനിയനെ പോലെ മോനെ പോലെ ഇളനീരും ജ്യൂസും ബിരിയാണിയും പൊറോട്ടയും ബീഫും എല്ലാം വയറ് നിറയെ മനസ്സറിഞ്ഞ് വാങ്ങിത്തന്നു. പൊന്നെണ്ണ, നിങ്ങള് ഡയറ്റിലായിരുന്നില്ലേ, മറ്റേ ഒരു ഫിറ്റ്നസിലൊക്കെ കയറിയിട്ട് എന്തൊക്കെ പരിപാടി കാണിച്ചോണ്ടിരിക്കുകയായിരുന്നില്ലേ? ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് മാത്രം കഴിച്ചോണ്ടിരുന്നു. ഇപ്പം പറയുന്നു കേരളം തമിഴ്നാട് എല്ലാവരും എനിക്ക് പൊറോട്ടയും ബീഫും മട്ടനും ചിക്കനും ഒക്കെ വാങ്ങി തന്നു. എന്തായാലും അവിടെ ഇരിക്കട്ടെ, കൊള്ളാം. നിങ്ങളുടെ ഒരു ആഗ്രഹം തീർത്തു എന്നാണ് നിങ്ങൾ സബലീകരിക്കുന്നത്, നല്ലതാണ്. ഞാൻ തന്നെ നിങ്ങളുടെ ഏതൊക്കെയോ വീഡിയോയില് അടിയിൽ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ. സൂപ്പറായിട്ട് പോട്ടെ, മുന്നോട്ട് പോട്ടെ, അടിപൊളിയായിട്ട് പോട്ടെ എന്ന്. പക്ഷേ റീസെൻ്റ്ലി നിങ്ങളുടെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ക്ലിപ്പ് ഞാൻ കാണാനിടയായി. ആ ക്ലിപ്പ് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളൊരു ജെനുവിൻ വിജയ് ഫാനാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു വിജയ് ഫാനായിട്ട് എനിക്ക് പെട്ടെന്ന് തോന്നിയില്ലേ. വേറെ ഒന്നും കൊണ്ടല്ല,
ഒരിക്കലും ഒരു വിജയ് ഫാനും അറിഞ്ഞൂടാത്ത ഒരു ഫോട്ടോ അല്ല പോക്കിരി സിനിമയിലെ ഫോട്ടോ. വേറെ ഏതും നമുക്ക് സഹിക്കാം. പോക്കിരിയിലെ ഫോട്ടോ ചോദിച്ചിട്ട് ഇത് ഏത് സിനിമയെന്ന് ചോദിക്കുമ്പോൾ വേറെ വേട്ടക്കാരനെന്ന് എന്താ പറയുന്ന ഉണ്ണിക്കണ്ണനാണ് എനിക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും നമുക്ക് അതൊന്ന് നോക്കാം. അടുത്ത് കാണിക്കട്ടെ. തുള്ളാതെ മനം തുള്ളു. അല്ല. സോറി കേട്ടാ. അടുത്ത് കാണിക്കട്ടെ. ഇത് ആക്ച്വലി ഗുഷിയായിരുന്നു. ഗുഷി. വേട്ടക്കാരൻ. അല്ല, പോക്കിരി. പോക്കിരി. ഓക്കെ, അടുത്ത്. ഇത് ഈ സ്റ്റൈല് ഭയങ്കര അപൂർവ വിജയണം വന്നിട്ടുള്ളൂ. പെട്ടെന്ന് കിട്ടേണ്ടതാണ്. കിട്ടിയോ? ഒന്നുകൂടെ നോക്കിയാൽ ചിലപ്പോൾ കിട്ടും. ഇല്ല, സുറയിലായിരുന്നു ക്യാരക്ടർ. എന്റെ പൊന്നെണ്ണ, നിങ്ങൾ ഏത് അർത്ഥത്തിലാണ് വിജയ് ഫാൻ എന്ന് ചോദിച്ചാൽ എനിക്കും അറിയാൻ പാടില്ല. സുറയുടെ ഫോട്ടോ വെച്ചിട്ട് അതറിയത്തില്ല, പോക്കിരിയിലെ ഫോട്ടോ വെച്ചിട്ട് അതും അറിയത്തില്ല, ഖുഷിയിലെ ഫോട്ടോ വെച്ചിട്ട് അതും അറിയത്തില്ല. നിങ്ങളൊരു വിജയ് ഫാൻ ആണോ എന്നാണ് ഞാൻ അവിടെ ചിന്തിച്ചത്. പ്രത്യേകിച്ച് പോക്കിരിയിലെയും സുറയുടെ ഒക്കെ ഫോട്ടോ കണ്ടിട്ട് അത് ഏത് പടത്തിലാണെന്ന് അറിയത്തില്ലെങ്കിൽ ഏതർത്ഥത്തിലാണ് വിജയ് ഫാൻ ആയതെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. എനിക്കൊക്കെ ഏത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാൽ ഈ ഫോട്ടോ കണ്ടിട്ട് ഞാൻ അറിയാം. നമ്മളൊക്കെ അത്രയും കട്ട വിജയ് ഫാനാണ്. പക്ഷെ അതിന്റെ പേരും പറഞ്ഞിട്ട് ഇങ്ങനെ റോഡിൽ ഇറങ്ങി നടക്കാനൊന്നും പോകുന്നില്ല. എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ട സന്തോഷം. അല്ലാണ്ട് ഇനിയിപ്പോൾ വിജയെ കാണണമെന്ന് പറഞ്ഞിട്ട് റോഡ് മൊത്തം നടന്ന് പോയി അങ്ങനത്തെ ഒരു സെറ്റപ്പിനൊന്നും എനിക്ക് താല്പര്യമില്ല. പ്രത്യേകിച്ച് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നടന്നു, അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നടന്നു, ഒക്കെ കണ്ടു. പക്ഷേ ഒരു വിജയ് ഫാനാണ് എന്ന് രാമനോ ഏത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും പറയും. വീട് മൊത്തം വിജയുടെ ആയിട്ടൊക്കെ ഉള്ള ഫോട്ടോയും കാര്യങ്ങളും, പിന്നെ ആൾക്കാർ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ കുറേ ഇതുമൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ പോക്കിരിയിലെ ഫോട്ടോയും സുറയുടെ ഫോട്ടോയും കാണിച്ചിട്ട് അറിയില്ല എന്ന് പറയുമ്പോൾ ഏത് തരത്തിലാണ് വിജയ് ഫാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞോട്ടെ. ഞാൻ ഉള്ള കാര്യം പറയാം, എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പേഴ്സണലി എനിക്കതൊക്കെ കണ്ടപ്പോൾ എന്തുവാണ് ഇതൊന്നും അറിഞ്ഞുകൂടെങ്കിൽ പിന്നെ എവിടത്തെ വിജയ് ഫാൻ എന്നാണ് ഞാൻ ആലോചിച്ചത്. സത്യം, ഈ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടപ്പോൾ. ഇനി എന്തായാലും വിജയെ കണ്ട് തീർന്നതിന് ശേഷം ഉണ്ണിക്കണ്ണന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, ആ ഇന്റർവ്യൂ ഒന്ന് കൊടുക്കാം. എന്നെ രാമചരൺ ചേട്ടനും കിരൺ ചേട്ടനും വിളിച്ച് എല്ലാം പറഞ്ഞ് അവർ ഇന്നലെ തൊട്ട് കോള് 2 ദിവസമായിട്ട് കോൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ 2 ദിവസം മുന്നേ എന്നെ കിരൺ ചേട്ടൻ വിളിച്ച് എൻ്റെ വിഷമമൊക്കെ രമേശ് ചേട്ടനെ കൊണ്ട് പറഞ്ഞ് ഇതൊക്കെ എൻ്റെ കാലും ഇതൊക്കെ കാണിച്ചു. അപ്പോൾ അവർ കുറേ റിസ്ക് എടുത്ത് അവരെ ഓഫീസിലേക്ക് വിളിച്ച്, അവർ നേരത്തെ വീഡിയോ കണ്ടിട്ടുണ്ടായില്ല. അങ്ങനെയാണ് പിന്നെ അവർ വിളിച്ച് പിന്നെ സംസാരിച്ച് അവർ ഫുൾ സപ്പോർട്ടായിരുന്നു. ഒരു അനിയനെ പോലെ ചേർത്തി പിടിച്ച് ഇന്ന് ലൊക്കേഷനിലേക്ക് പോയപ്പോൾ ആ വണ്ടിയിലിരിക്കുമ്പോൾ പ്രൊഡ്യൂസർ സാറാണ് ആദ്യം വന്നിട്ട് ഉണ്ണിക്കണ്ണ വെയിറ്റ് സാറ് ഷൂട്ടിലാണ് ഇപ്പോൾ കാണാൻ പറഞ്ഞ അവിടെ ഇരുന്ന് എല്ലാവരും വന്ന് സംസാരിച്ച് അവിടെ ചായ തന്നു. എന്നിട്ട് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം പോയി അവിടെ നിന്ന് വിളിച്ച് പ്രൊഡ്യൂസർ സാറും എല്ലാവരും കൂടെ കൊണ്ടുപോയി. സാർ ഷൂട്ടിലായിരുന്നു. ഇങ്ങനെ നടന്നു പോകണ ഷൂട്ടിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഒരു പാൻറ് ഷർട്ട് ഇട്ടിട്ട് ഇങ്ങനെ നടന്നു വരികയാണ്. ഏട്ടാ നമ്മുടെയൊക്കെ വീട്ടിലെ നമ്മുടെ ഏട്ടനായി. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ എന്താണെന്നറിയില്ല ഒന്നും. ഏട്ടാ നമുക്കത് ഇപ്പോൾ നമ്മുടെ ഒരു വീട്ടിലൊരാളെ നമ്മുടെ ഒരു ഏട്ടനെ പോലെയാണ് എൻ്റെ തോളിൽ കയറ്റിട്ട് എന്തിനാ കരീന ഉണ്ണിക്കണ്ണ പറഞ്ഞ എൻ്റെ തോളിൽ കൂടെ കയറ്റി എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഏട്ടാ അത് വിശേഷനാണെന്ന്. നനച്ച വണ്ടി കയറി അവസാനം നമ്മൾ ഉണ്ണിക്കണ്ണൻ വിജയെ കണ്ടിരിക്കുന്നു. കാരവനിൽ വിളിച്ചുകൊണ്ട് പോയി ഇരുത്തി ഒരുപാട് നേരം സംസാരിച്ചെന്നൊക്കെയാണ് ഉണ്ണിക്കണ്ണൻ പറയുന്നത്. ഇനി എന്തായാലും അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് കാണാം. അതുവരെ വെയിറ്റ് ചെയ്യാം. പ്രത്യേകിച്ച് ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയതുകൊണ്ട് തന്നെ, പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് ആയതുകൊണ്ട് തന്നെ ആ ഫോട്ടോസും കാര്യങ്ങളും പുറത്തു വിടത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒന്നും കാണാൻ പറ്റത്തില്ല. ഇനി എന്തെങ്കിലും ഉണ്ണിക്കണ്ണൻ ആ ഫോട്ടോ കയ്യിൽ കിട്ടി ഉണ്ണിക്കണ്ണൻ പുറത്ത് വിട്ടാലേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഒരുപാട് കോടി നടന്നതല്ല, 600-600 കിലോമീറ്ററോളം നടന്നെന്നാണ് ഉണ്ണിക്കണ്ണൻ പറയുന്നത്. അങ്ങനത്തെ സ്ഥിതിക്ക് നനച്ച വണ്ടി കയറി അവസാനം നനച്ച വണ്ടിയിൽ പോയിട്ട് എന്നെ കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. പക്ഷേ എനിക്ക് സുറയുടെ പോക്കിരിയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഉണ്ണിക്കണ്ണൻ അറിഞ്ഞുകൂടെന്ന് പറഞ്ഞതിലാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഏത് സിനിമയെന്ന് പോലും അറിഞ്ഞുകൂടെ വിജയ് അഭിനയിച്ചത്. എന്നിട്ട് വിജയ് ഫാനെന്ന്. പിന്നെ എങ്ങനെയാണ് ഫാനായെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ചോദ്യചിഹ്നമാണ്. ബാക്കി അങ്ങനെ വിജയണ്ണൻ എന്നെ വാവറിന്റെ തോളിൽ കയറ്റി കൊണ്ടുപോയി കയറുവനിൽ ആദ്യം വിജയണ്ണ എന്നെ കൊണ്ട് കയറി പറഞ്ഞില്ല, വിജയണ്ണ കയറി പറഞ്ഞില്ല. എന്നെ കയറി പറഞ്ഞ ഞാൻ തൊട്ടുനൂറ് വെച്ച് കയറിയിട്ട് വിജയണ്ണ എന്തിനാ എന്നിട്ട് കയറുവനില്ല, ഞാനും വിജയണ്ണനും മാത്രം. എന്നിട്ട് ഇത്തിരി വെള്ളം കുടിച്ചിട്ട് എന്തിനാ ഉണ്ണിക്കണ്ണൻ അങ്ങനെ ചെയ്യും പറഞ്ഞു. വിജയണ്ണൻ കണ്ണ് കലങ്ങിയിട്ടാണ് വിജയണ്ണൻ ചോദിച്ചത്, ഞാൻ ആരാ ഞാൻ ആരാണെന്ന് എനിക്കറിയില്ലെങ്കിൽ ഞാൻ ആരോട് പറയും ഞാൻ ആരാണെന്ന്. ഞാൻ ആരെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ ആരോട് പറയും നമുക്ക് ആരാണെന്ന്. നമ്മൾ ആരും എന്ന് അറിയാത്തതുകൊണ്ട് നമ്മൾ ആരാണെന്ന് ആർക്കും അറിയത്തില്ല. എന്താ ഉണ്ണിക്കണ്ണ ഇത്, ഞാൻ ആരാ ഏട്ടാ, എന്നാലും കുഴപ്പം ഏട്ടാ. എന്നിട്ട് വിജയണ്ണൻ പറഞ്ഞു എന്തിനാ ഉണ്ണിക്കണ്ണ അങ്ങനെ ചെയ്തത്. അപ്പൊ ഞാൻ പറഞ്ഞു പല പ്രാവശ്യം ശ്രമിച്ചു വിജയണ്ണ കാണാൻ വേണ്ടിയിട്ട്, പല പ്രാവശ്യം, അതുകൊണ്ടാണ് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി, ഇവർക്ക് ചായ കൊടുത്തിട്ട് പോയാൽ മതി പറഞ്ഞ എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതൊക്കെ കണ്ണ് കലങ്ങി സങ്കടത്തോടെ. നമ്മുടെ ദൈവത്തിനെ കണ്ടു, ഇളയ തലപതി, നമ്മുടെ വിജയണ്ണനെ മുത്ത്, നമ്മുടെ വിജയണ്ണനെ കണ്ടു. കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഒരു 5-10 മിനിറ്റ് വണ്ടിയിലിരുന്ന് തോളിൽ കയറ്റിട്ടാണ് കാരവാനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങള് ഒരു സംസാരിച്ചത്.
എന്നിട്ട് ഞാൻ പറഞ്ഞു എന്റെ മുടി വളർത്തിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു, സിനിമയിൽ അഭിനയിക്കണം, എങ്ങനെയാണ് കേരളത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്, നമുക്ക് പറയാ ഡയറക്ടറിനെ കൊണ്ട് പറയാന്ന് വിജയണ്ണം പറഞ്ഞു, പ്രൊഡ്യൂസർ സാറിനെ കൊണ്ടും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ജീവിതത്തിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. എന്തായാലും ഉണ്ണിക്കണ്ണന്റെ ഈ ഒരു സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയുടെ കൂടെ ഒരു സിനിമയിൽ അഭിനയിക്കണം അല്ലെങ്കിൽ സിനിമയിൽ കയറണം എന്നുള്ളൊരു സാധനമാണ് ഉണ്ണിക്കണ്ണന്റെ വാക്കുകളിൽ നിന്നും എനിക്ക് വ്യക്തമാവുന്നത്. അതുകൊണ്ട് തന്നെ ആളുടെ ഇഷ്ടത്തിന് ഇപ്പോൾ എന്തായാലും നനച്ച വണ്ടി കയറി അത്യാവശ്യം കഷ്ടപ്പെട്ട് നടന്ന് തിരിഞ്ഞ് എത്തിയിട്ടുണ്ട്, ആളുടെ ലക്ഷ്യത്തിൽ എത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും കൊള്ളാം, നല്ല കാര്യം, നടക്കട്ടെ. ഇനിയും സിനിമകളിൽ അഭിനയിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം സേഫ്, ആർക്കും ദ്രോഹം ചെയ്യാതെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ, അത് നിങ്ങളുടേതായ ഇഷ്ടമാണ്. പക്ഷെ കോമാളിത്തനങ്ങൾ കാണിക്കാതിരിക്കുക. പ്രത്യേകിച്ച് ഈ അലിൻ ജോസ് പെരേര, ആറാട്ടണ്ണനൊക്കെ ഓരോ തിയേറ്ററിൻ്റെ അവിടെയൊക്കെ കിടന്നിട്ട് കാണിക്കുന്ന കോപ്രായങ്ങളില്ല, അതുപോലത്തെ കോപ്രായങ്ങളൊന്നും കാണിക്കാതിരിക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ എന്തെങ്കിലും അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യട്ടെ എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. പിന്നെ അതുപോലെ ന്യൂസ് വരെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി മാറിയിരിക്കുകയാണ് ഉണ്ണിക്കണ്ണൻ്റെ ഒരു വിഷയം. എന്തായാലും നല്ല കാര്യം. ഇനി വിജയുടെ കൂടെ പടത്തിലൊക്കെ അഭിനയിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭാഗ്യം തന്നെ ഞാൻ പറയത്തുള്ളൂ. പക്ഷെ പോക്കിരിയും സുറയും കണ്ടിട്ട് തിരിച്ചറിയില്ല എന്ന് പറഞ്ഞ ഉണ്ണിക്കണ്ണനെയാണ് എനിക്ക് സംശയം. ആ ഒരു സംശയമാണ് എനിക്ക് ഇപ്പോൾ ഇങ്ങനെ ചോദ്യചിഹ്നമായിട്ട് കിടക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യും. ഈ വീഡിയോയിൽ കണ്ടിട്ട് നീ എന്തുവാടാ നിനക്കെന്തുവാടാ എന്നുള്ള രീതിയിലൊക്കെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നുമില്ല, എന്നെ സപ്പോർട്ട് ചെയ്താൽ എന്നെ നെഗറ്റീവ് പറഞ്ഞാലും എനിക്കൊന്നുമില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. പുതിയ വീഡിയോ ഇടണം.